നമസ്കാരം. ഇന്ത്യൻ കുതിപ്പിന് തടയിട്ട് ട്രംപ്. അമേരിക്കയെ തളയ്ക്കാൻ മോദിപ്പട തയ്യാറെടുത്തു കഴിഞ്ഞു. ഇവിടെ പലപ്പോഴും നമ്മൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള അവകാശവാദങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ കണ്ടു. ഗാസയിൽ നടന്ന യുദ്ധം പരിഹരിച്ചത് താനാണ് എന്ന് പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. ഉക്രൈനിലും റഷ്യയിലും നടക്കുന്ന യുദ്ധത്തിൽ താൻ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ചില 9 ദിന പരിപാടികൾ നടപ്പിലാക്കി അവിടെയും ചില യുദ്ധ തന്ത്രങ്ങൾ മെനഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഞാനാണ് എന്ന് പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. വെനസ്വേലയിലെ നിക്കോളസ് മഡൂറോയെ തടവിലാക്കുന്ന ട്രംപിനെയും കണ്ടു. കൂടാതെ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ നടത്തുന്ന അഹങ്കാരിയായിട്ടുള്ള ട്രംപിനെയും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പല രീതിയിൽ ട്രംപിന്റെ പല വേർഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇവിടെയാണ് ഇന്ത്യയുമായിട്ട് അത്തരത്തിലൊരു ശത്രുതാ മനോഭാവം പുലർത്തി മുന്നോട്ട് പോകുവാൻ പലപ്പോഴും അമേരിക്കയ്ക്കെന്നല്ല ഒരു രാജ്യത്തിനും കഴിയില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ശത്രുതാ മനോഭാവം വച്ചു പുലർത്തുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. പക്ഷേ ഇന്ത്യയുടെ വ്യാപാര ആയുധ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പലപ്പോഴും നമുക്ക് മറ്റു രാജ്യങ്ങൾ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. അത്തരത്തിലുള്ള കരാറുകൾ നടപ്പിലാക്കാറുണ്ട്. അമേരിക്കയെ പോലുള്ള 1-ാം നമ്പർ രാജ്യത്തോട് പലപ്പോഴും ഇന്ത്യ അത്തരത്തിലുള്ള ഇടപാടുകൾ കരാറുകളൊക്കെ നടത്തിയിട്ടുമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് അമേരിക്ക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അമേരിക്കയുടെ പാതാരബിന്ദങ്ങളിലേക്ക് വീണു തൊഴേണ്ട ഗതികേടൊന്നും ഇന്ത്യക്ക് വന്നിട്ടില്ല. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നയതന്ത്ര വ്യാപാരം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധമെന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ അമേരിക്ക എന്നല്ല, റഷ്യ എന്നല്ല, ആർക്കും ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നതിനുമൊക്കെ മുകളിലാണ്. അപ്പോൾ അത്തരത്തിലൊരു തട്ടിലേക്ക് രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, ആയുധ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയെ തളയ്ക്കുവാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് ട്രംപിനെ പോലൊരു അധികാര കൊതിയൻ, യുദ്ധവെറിയൻ. അവിടെയാണ് ഇന്ത്യയുമായിട്ട് ഏത് തരത്തിലുള്ള തർക്കങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത്, ഏത് തരത്തിലാണ് ബന്ധം വീണ്ടും കുറച്ചുകൂടി ഊഷ്മളമാക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര തർക്കങ്ങൾ നിലവിലുണ്ടായിരുന്നു. ആ വ്യാപാര തർക്കങ്ങൾ അടക്കം പരിഹരിച്ചതായിട്ട് അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ട്രംപ് പറയുന്ന വാദം. ട്രംപ് പറയുന്ന വാദഗതികൾ അനുസരിച്ചിട്ടാണ് എങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തിയിരുന്ന ഉയർന്ന റെസിപ്രോക്കൽ ടാക്സ്, ആ ടാക്സ് 25% നിന്ന് 18% കുറച്ചിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള അടുത്ത സൗഹൃദമാണ് കരാർ വേഗത്തിലാക്കാൻ സഹായിച്ചത് എന്ന് വാതോരാതെ പറയുന്ന വൈറ്റ് ഹൗസ് നേതാവ് ട്രംപ് വ്യാപാര കരാറായെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വിറ്ററിൽ തീരുവ കുറച്ചതിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കരാറിൽ എത്തിയതായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. വെറുതെ നുണ പറയുന്ന നുണയനായ ട്രംപിനെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപ് പറഞ്ഞ എല്ലാം നുണയാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ട്രംപാണെന്ന് പറഞ്ഞു. അത് അന്നും സമ്മതിച്ചിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയും. പക്ഷെ എന്നിട്ടും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ട ഈ ഡൊണാൾഡ് ട്രംപ് അത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടേയിരുന്നത്, ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്താ? അമേരിക്കയെ അനുസരിക്കുവാൻ തയ്യാറാകാത്ത ഇന്ത്യയെ ട്രംപ് എങ്ങനെയും സ്വന്തം പരിധിയിലാക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ട്രംപ് പലപ്പോഴും ഭയപ്പെട്ടു പോകുന്ന ഇതാണ്, ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്ത്യയുടെ നയതന്ത്ര വ്യാപാരം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ 208 രാജ്യങ്ങളിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, വളരെ വലിയ ഒരു സംവിധാനം ഒരുക്കിയെടുക്കുവാൻ, നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കാലടികളിൽ നമ്മുടെ തല കൊണ്ട് വെച്ച് കൊടുക്കേണ്ട ഗതികേട് ഇന്ന് ഇന്ത്യക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് വ്യാപാര തർക്കങ്ങളില്ലാതെ വ്യാപാര കരാറുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇടപാടിന്റെയും പ്രതിരോധ ഇടപാടുകളുടെയും ഒക്കെ പേരിൽ മുൻപ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരുന്ന 50% പിഴ അല്ലെങ്കിൽ നികുതി
ഇപ്പോൾ ഇതാ ഇല്ലാതാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അമേരിക്ക അത് ഇല്ലാതാക്കുന്നു. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത വ്യാപാര നിയന്ത്രണങ്ങൾക്കാണ് ഇതോടുകൂടി അയവ് വരുന്നത് എന്ന് ട്രംപ് പറയുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഇന്ത്യയുമായിട്ട് അത്തരത്തിലൊരു വ്യാപാര കരാർ ഉണ്ടാക്കിയിരിക്കുന്നു, മികച്ച ഒരു വ്യാപാര കരാറിലേക്ക് മോദിയുമായിട്ട് ചേർന്ന് സൗഹൃദപരമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ വൈറ്റ് ഹൗസിൽ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി കുറയ്ക്കുന്നതിന് ആനുപാതികമായിട്ട് US വിട്ടുവീഴ്ച ചെയ്യുമെന്നുള്ള നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഫോണിൽ സംസാരിച്ചതായിട്ട് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ വ്യക്തമാക്കിയിരുന്നു. സംഭാഷണം നടത്തിയെന്ന് എക്സിലൂടെയാണ് അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ തുടരുക എന്ന സന്ദേശം കൂടി US അംബാസിഡർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇന്ത്യ US വ്യാപാര കരാർ അനന്തമായി നീളുന്നതിനിടെയാണ് ട്രംപ് മോദി സംഭാഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നത്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നതിൽ പ്രകോപിതനായിട്ടുള്ള ട്രംപ് 50% തിരുവയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുമത്തിയിരുന്നത്. കൃഷി, വസ്ത്രവ്യാപാരം, ഓട്ടോമൊബൈൽ പാർട്സുകൾ എന്നീ മേഖലകളിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് പുതിയ തീരുമാനം വലിയ ആശ്വാസമാവുകയാണ്. ശീതീകരിച്ച ഇറച്ചി, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിൽ 90% ഇളവുകൾ ലഭിക്കുകയാണ്. ഇന്ത്യൻ വിപണിയിലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾ നീങ്ങിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബന്ധം എന്ന് പറയപ്പെടുന്ന കൂടുതൽ കരുത്താർജിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മോദിക്കൊപ്പമുള്ള ഇന്ത്യ ടുഡേ വാരികയുടെ കവർ ചിത്രം അടക്കം പങ്കുവച്ചിരുന്നു. ദ മൂവർ ആൻഡ് ഷേക്കർ എന്ന പേരിലുള്ള കവർ ചിത്രമാണ് ട്രംപ് പങ്കുവച്ചത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന് പിന്നാലെ US വ്യാപാര കരാറിന് വേഗത കൈവന്നിരിക്കുന്നു. അതേസമയം വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എണ്ണ വാങ്ങുമെന്ന പ്രഖ്യാപനവുമായിട്ട് വീണ്ടും ട്രംപ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ കരാറിന്റെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞുവെന്നും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറുമെന്നൊക്കെ ട്രംപ് വ്യക്തമാക്കി. പക്ഷേ ഇന്ത്യ വ്യക്തമാക്കിയില്ല. പുതിയ കരാർ പ്രകാരം അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ ഇന്ധനവും സാങ്കേതിക വിദ്യയും ഇന്ത്യ വാങ്ങുമെന്ന് പറയുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന 25% നികുതി എന്ന് പറയപ്പെടുന്ന 18% കുറയ്ക്കുന്നതോടെ നികുതി കുറയ്ക്കുന്ന നടപടികളുമായിട്ട് ഇന്ത്യയും സഹകരിക്കേണ്ടി വരും. റഷ്യൻ എണ്ണയ്ക്ക് പകരമായിട്ട് വെനിസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടി ഇന്ത്യ അനുമതി നൽകിയേക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇങ്ങനെ താൻ പറയുന്നതൊക്കെ കേട്ട്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത്, ട്രംപ് പറയുന്നതൊക്കെ കേട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ മണ്ടന്മാരാണോ ഇന്ത്യക്കാര്? അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണ സംവിധാനമില്ലേ? നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയില്ലേ? അവർക്കൊന്നും രാഷ്ട്രത്തിന്റെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലൊരു യുദ്ധപരിയനായ മണ്ടനായ ഒരുത്തൻ പറയുന്നത് കേട്ടിട്ടാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വെനിസ്വേലയുടെ നിയന്ത്രണമൊക്കെ US ഏറ്റെടുത്തു എന്ന് അവകാശപ്പെടുന്നതിന് പിന്നാലെയുള്ള ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, ട്രംപിന്റെ ഈ പ്രഖ്യാപനം, വെനിസ്വേലൻ എണ്ണ വാങ്ങുന്നതിനായിട്ട് ചൈനയെയും ട്രംപ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെനിസ്വേലയുമായിട്ടുള്ള വ്യാമാതിർത്തി തർക്കങ്ങളടക്കം അതൊക്കെ തുറന്നിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തുകയും ചെയ്തു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ സ്ഥലങ്ങൾ പരിശോധിക്കുവാൻ വെനിസ്വേലയ്ക്ക് പോകുമെന്ന് അടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എണ്ണ വ്യവസായ മേഖലയിൽ സ്വകാര്യ കമ്പനികളെയും നിക്ഷേപങ്ങളെയും അനുവദിക്കുവാനുള്ള ബില്ലടക്കം വെനിസ്വേല അംഗീകരിച്ചതിന് പിന്നാലെയും ആണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഇവിടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ വലിയ വ്യാപാര കരാർ ഒപ്പിട്ട ദിവസങ്ങൾക്കുള്ളിലാണ് അമേരിക്കയുമായിട്ട് നിർണായകമായിട്ടുള്ള ധാരണയിലെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളായിട്ട് അമേരിക്ക വീണ്ടും മാറുമെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിലും സാമ്പത്തിക ആണവ ആയുധ രംഗത്തുമുള്ള മുന്നേറ്റത്തിലും ട്രംപ് വളരെ ഖിന്നനാണ്, ദുഃഖിതനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ എങ്ങനെയും ഇന്ത്യയുടെ കുതിപ്പിന് തടയിടുകയാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയുമായിട്ടുള്ള ബന്ധം, ഫിലിപ്പീൻസുമായിട്ടുള്ള ബന്ധം, ഫ്രാൻസുമായിട്ടുള്ള ബന്ധം, ജർമ്മനിയുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ തീക്ഷ്ണമായ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം അടക്കമുള്ള കാര്യങ്ങളിലെ കരാറുകൾ ട്രംപിനെ വല്ലാതെ തളർത്തുന്നുണ്ട്, തകർക്കുന്നുണ്ട്. അവിടെയാണ് ട്രംപ് ചില തീരുമാനങ്ങൾ എടുത്ത് തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ US വ്യാപാര കരാർ നിലവിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിലവിൽ വന്നു കഴിഞ്ഞു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ ഈ അവകാശവാദങ്ങളൊന്നും ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്,
ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിലാണെങ്കിലും സാമ്പത്തിക ആണവ ആയുധ മേഖലയിലുള്ള മുന്നേറ്റത്തിലാണെങ്കിലും ഒക്കെ ട്രംപിനെ പോലൊരു യുദ്ധപെറിയനായ യുദ്ധക്കൊതിയനായ മരമണ്ടനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വളരെ ഖിന്നനാണ്, ദുഃഖിതനാണ് എന്ന് പറയപ്പെടുന്നത്. അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എങ്ങനെയും ഇന്ത്യയുടെ കുതിപ്പിന് തടയിടുക എന്നുള്ളത്. ഇത് ട്രംപിന്റെ ലക്ഷ്യമാണ്, അമേരിക്കയുടെ ലക്ഷ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ കുതിപ്പിനെ തളയ്ക്കുവാൻ ട്രംപിന് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മോദിയുടെ പട സർവ സജ്ജീകരണങ്ങളുമായിട്ട് നിലയുറപ്പിച്ചു കഴിഞ്ഞു ട്രംപിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള തന്ത്രങ്ങൾ ഇനി മെനഞ്ഞാലും ട്രംപിന് മുന്നിൽ തലകുനിച്ചു കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഇനി ഉണ്ടാകില്ല. ട്രംപിനെ തളയ്ക്കുക എന്നുള്ളത് ഇന്ത്യയുടെ കൂടി ലക്ഷ്യമായി മാറുകയാണ്. ഇറാനെതിരെയുള്ള യുദ്ധഭൂമിയിൽ നിന്ന് ട്രംപ് രക്ഷപ്പെട്ടാൽ, അങ്ങനെ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ ഒരു ചെറു വിരലനക്കാൻ കഴിയാത്ത ആളാണ് ഈ ട്രംപ് എന്ന് പറയപ്പെടുന്നത്. ഒരു മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ തടവിലാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ അത്രത്തോളം കരുത്തരാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയെ പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ട് ട്രംപ് ഇറങ്ങി പുറപ്പെടുന്നത്. ലോകരാജ്യങ്ങളിലുള്ള മറ്റു രാജ്യങ്ങളെയൊക്കെ തന്റെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് മരമണ്ടൻ ഡെമോക്രാറ്റിക്കായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നത് ഈ ട്രംപിലൂടെ. അപ്പോൾ ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ട്രംപ് നടത്തുന്ന ഈ നടപടികളും ലക്ഷ്യങ്ങളും ഒന്നും പൂർത്തീകരിക്കപ്പെടില്ല. അത് ഇന്ത്യയുടെ കുതിപ്പിനെ തളയ്ക്കാനാണെങ്കിലും ഇന്ത്യയുടെ ആണവ ആയുധ ശേഖരത്തിലാണെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലാണെങ്കിലും ഒക്കെ ഇന്ത്യയെ തളയ്ക്കാമെന്നുള്ള മോഹം പാഴ്മോഹമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മോദിയുടെ പട സർവ്വസജ്ജീകരണങ്ങളുമായിട്ട് നിലയുറപ്പിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ട്രംപിനെ പിടിച്ചുകെട്ടാൻ ഇവർ തന്നെ ധാരാളമാണ്.